ഹലോ, നമ്മുടെ ട്രേഡിങ്ങിൻ്റെ പുലിക്കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖമാണ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസിലൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. ഞാൻ കഴിഞ്ഞൊരു 4-5 ദിവസമായിട്ട് നാട്ടിലുള്ള എറണാകുളത്ത്. വേറെ ഒന്നുമില്ല, ജോബിസും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് കയറി വരേണ്ടി വന്നു, ജോബിസ് ശരിയാക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, ഞാനിപ്പോൾ അംബുജ സിമെൻ്റ് എടുത്തേക്കുന്ന ഒരു ലൈവ് ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. ഓടി വന്നിട്ട് അംബുജ സിമെൻ്റ് എടുത്ത് ബൈ ചെയ്യുന്നതല്ല കേട്ടോ. അത് ഞാൻ ഒരുപാട് ഇതിന് ഈ വീഡിയോ റെക്കോർഡാകുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് എടുക്കുന്നത് സംഭവം. മാത്രമല്ല, ഇന്ന് അംബുജ സിമെൻ്റ് NR4 വന്നിട്ടുണ്ട്. NR4 NR7 എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് അറിയാത്തവർക്കായിട്ട് മാത്രം പറയാം കേട്ടോ. NR4 NR7 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ട്രേഡ് കഴിഞ്ഞൊരു 7 ദിവസമായിട്ട് ഇങ്ങനെ ഈ ബൈയിലേക്ക് മാത്രം, അതായത് ഇങ്ങനെ അപ്പായിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചേഞ്ച്, അതാണ് NR7. NR4 എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ട്രേഡ് ബൈയോ അപ്പോൾ താഴോട്ടോ മേളിലോട്ടോ. അപ്പോൾ താഴോട്ടാണ് വരുന്നത് വെച്ചോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താഴോട്ടാണെങ്കിൽ മേളിലേക്കാണെങ്കിലും ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊരു ചേഞ്ച് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ആ ഇതും ഞാൻ ഈ പറഞ്ഞുമായിട്ട് എന്താ ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കഴിഞ്ഞ ദിവസമായിട്ട് ഒരു 4 ദിവസമായിട്ട് അംബുജ സിമെൻ്റ് ഇങ്ങനെ ഡൗൺ തന്നെയായിരുന്നു. അപ്പോൾ ഒരു അപ്പായിട്ട് ഇങ്ങനെ ഒരു മേളിൽ ഞാൻ കാണിച്ചു തരാം കുറച്ച് കഴിയുമ്പോൾ. അപ്പായിട്ട് ഇങ്ങനെ ഒരു മേളിലേക്ക് ഒരു കയറ്റം കയറേണ്ട സമയമായി. അപ്പോൾ ചിലപ്പോൾ NR4, അതായത് 4 ദിവസം കഴിഞ്ഞിട്ട് 5-ാം ദിവസം അങ്ങനെ ഒരു ഇതുണ്ടാവും. അപ്പോൾ ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. ഒരു ചാൻസ് എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, എപ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. ഞാനതുകൊണ്ട് തന്നെ 643 വെച്ചിട്ട് ബൈ അടിച്ചു. NR4 പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അംബുജ സിമെൻ്റ് എപ്പോഴും ഒരു നല്ല മൂവിങ് ഉള്ള ഒരു ട്രേഡാണ്. നാട്ടിലൊന്ന് മഴയൊക്കെ നനഞ്ഞ് സൗണ്ടൊക്കെ പോയേക്കാണ്ടോ. അത് കുഴപ്പമില്ല. എന്തായാലും നമുക്ക് നമ്മളുടെ ട്രേഡിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ഇത് ബൈ എടുക്കാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ NR4 എങ്ങനെ സെർച്ച് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ പഠിപ്പിക്കാം കേട്ടോ. NR4 NR7 അത് രണ്ടും ഗൂഗിളിൽ വരെ സെർച്ച് ചെയ്താൽ മതി. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് NR7 മാത്രം അടിച്ച് കഴിഞ്ഞാൽ വരും എല്ലാ ഫുൾ ഡീറ്റെയിൽസും. അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങളായിട്ട് നിങ്ങളുടെ മൈ ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിൽ ഏതൊക്കെ NR4 ഏതൊക്കെ NR7 ജസ്റ്റ് ചെക്ക് ചെയ്യുക. പച്ച കത്തി തുടങ്ങി പ്രോഫിറ്റിലാണ്. ഇനി എന്താ വെച്ചാൽ കാണിക്കട്ടെ, നമ്മളതിനെ നോക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇനിയിപ്പോൾ ബൈ ആയിക്കോട്ടെ സെല്ലായിക്കോട്ടെ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 4 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ NR4. അതല്ല 7 ദിവസമായിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 8-ാം ദിവസം ചെറിയ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ NR7. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ ലിസ്റ്റിനകത്ത് NR4 NR7 എൻ്റെ മൈ ലിസ്റ്റിൽ അതിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ രണ്ടാമത് അംബുജ സിമെൻ്റ് പണ്ട് ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നല്ല മൂവിങ് ഉണ്ട്. നല്ല മൂവിങ് ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും എടുത്ത് വയ്ക്കാറുണ്ട്. ഇന്നിപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റി എടുക്കാമെന്ന് ഓർത്താൽ വന്നത്. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു തവണത്തെ ഒരു റേറ്റ് മനസ്സിൽ കണ്ടിട്ട് 10 ചില്ലറ ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ 10 ചില്ലറയ്ക്ക് 100 ക്വാണ്ടിറ്റി തിരിച്ച് കിട്ടിയില്ല. നോക്കാം കേട്ടോ, അവസാനം എന്താവുന്നുള്ളത് കാണിക്കാം. 43 എടുത്ത് 645 നമ്മളുടെ വകുപ്പിനൊക്കെ ഒക്കുന്നുണ്ട്. ഒരു 5 പോയിൻ്റ് 6 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനപ്പോൾ നേരെ കയറി ഇത് ചെയ്യും, സ്ക്വയർ ഓഫ് ചെയ്യും, കട്ട് ചെയ്യും. കണ്ടോ എൻ്റെ ബാക്കിലെ ദിവസങ്ങളൊക്കെ നോക്കി, എല്ലാം നെഗറ്റീവാണ്, താഴോട്ട് വന്നുകൊണ്ടിരുന്നത്. കണ്ടോ? അപ്പോൾ ഇന്ന് എന്തായാലും NR4 ഇപ്പോൾ അംബുജ സിമെൻ്റ് പേരുള്ളതാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ടൊന്ന് ട്രൈ ചെയ്തതേ ഉള്ളൂ. ബാക്കിലോട്ടൊക്കെ ഒരുപാടുണ്ട്. ശരി, എനിവേ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ചെയ്യാറുന്നതും ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നതിൻ്റെ തിരക്കാറുണ്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനമുള്ളൂ. നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഗുഡ്.
അത് അതിനനുസരിച്ചുള്ള എല്ലാവർക്കും അതിനുള്ള റിപ്ലൈ തരാറുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എനിവേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഫോളോ അപ്പ് ചെയ്യട്ടോ. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ്റെ എണ്ണം കൂടുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം. പൊങ്ങണ്ടല്ലോ മോനെ, പൊങ്ങിക്കോട്ടെ, കുഴപ്പമില്ല, പൊങ്ങട്ടെ, പൊങ്ങണം, നമുക്കതാണ് വേണ്ടത്. ഒരുപാട് പേർക്ക് പരാതിയാണ്, നമ്മൾ ലൈവ് ട്രേഡ് ചെയ്യുന്നില്ല എന്നൊരു പരാതിയാണ്. ഈ ട്രേഡ് ചെയ്യാത്തത് പറഞ്ഞുകൊണ്ടെന്നല്ലോ, ഒന്നും സമയമില്ല, സൈഡിലെ വർക്ക് കാര്യങ്ങൾ. വേറെ പലരും ഇത് നിർത്തിയിട്ട് വേറെ പണിക്ക് വെക്കൂടി ചോദിക്കുന്നുണ്ട്. ഇത് നിർത്തിയിട്ട് വേറെ പണിക്ക് വെക്കൂടെന്ന് ചോദിക്കാനായിട്ട് എനിക്ക് വേറെ പണിയുണ്ട്, എൻ്റെ പണി ഇതല്ല. പിന്നെ നമ്മുടെ കുറച്ച് അനിയന്മാർ പിള്ളേരൊക്കെ ഈ പലരും പറ്റിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടം. നമ്മളും ആ ഒരു പ്രായത്തിൽ ഈ പറ്റിപ്പൊക്കെ ഇരുന്ന് കൊടുത്ത ആൾക്കാരാണ്, മനസ്സിലാവുണ്ടോ, കാശുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടേ. പിന്നെ എൻ്റെ ഒരു ട്രേഡിങ് ഒരു ലൈൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാ ദിവസവും ട്രേഡിന് വന്നിരിക്കുന്നുണ്ടെങ്കിലും എല്ലാ ദിവസവും നിർബന്ധമായിട്ടും കയറി ട്രേഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളൂ, ഇത് കാശ് പോകുന്ന പരിപാടിയാണ്. ഇതിനകത്ത് അങ്ങനെ എപ്പോഴും എനിക്ക് സാഹചര്യം ഒത്തിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കയറി അറ്റൻഡ് ചെയ്യും. ഇതിപ്പോൾ ഏതാണ്ട് 90 ക്വാണ്ടിറ്റി ഉണ്ട് എടുത്തിട്ടുണ്ട്. 50 സെൻറ്റ് 90 ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ട്. കുറച്ച് നോക്കാം എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഇതൊക്കെ ഒരു ഞാനൊരു ഇതിന് വേണ്ടിയിട്ട്, ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് കാണുന്ന വീഡിയോ ആണ് കേട്ടോ. എന്തേ 15,000 രൂപ എടുത്ത്, എന്തേ 12,000 രൂപ എടുത്ത് ചോദിക്കരുത്. ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ടാറ്റ മോട്ടോഴ്സൊക്കെ ഡൗൺ ആണ്, മേളിലിരിക്കട്ടെ. ഇനി സെർച്ച് ചെയ്യുമ്പോൾ വേറെ എവിടെയും പോകണ്ടല്ലോ. ഓക്കെ, നമ്മുടെ തിരക്കിനെവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗുഡ്, കയറിക്കോട്ടെ, ഞാൻ കയറട്ടെ. കയറാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര ദിവസം വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ ഇന്നിപ്പോൾ ഇത് ബൈ എടുക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഇന്നത്തെ NR ഫോളിൽ ഇവൻ്റെ പേരുണ്ടായിരുന്നു. NR ഫോളിൽ ഇവൻ്റെ പേരുണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. കാരണം അതൊക്കെ ഒരു 50-50 ചാൻസ് വേണ്ടി മാത്രമേ എടുക്കാവുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് അംബുജ സിമെൻ്റായിട്ട് ഞാൻ പണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് എടുത്തപ്പോഴൊക്കെ എനിക്ക് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ലോസ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വീണ്ടും ഇത് തന്നെ എടുക്കാനുള്ള കാരണം. നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ലക്കി ആയിട്ടുള്ളൊരു സ്റ്റോക്കാന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോൾ വേണമെങ്കിലും പണി വാളുകയും ചെയ്യാം കേട്ടോ. നോക്ക്, 60 പേരോളം സെല്ലടിച്ചാണ് താഴേക്ക് വരുന്നു പറഞ്ഞിട്ട്. 40 പേര് മാത്രമേ ബൈ അടിച്ചിട്ടുള്ളൂ. ഇപ്പം 54ആയി. നിങ്ങളെന്തെങ്കിലും ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾക്ക് നേരത്തെ അയക്കാനുള്ള കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യാറുള്ളൂ. നിങ്ങൾ എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യാറില്ല. അതിൽ ചെറിയ സങ്കടമുണ്ട്, ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ പോലെ. ഒന്ന് സപ്പോർട്ട് ചെയ്യുമേ. ഇതൊന്ന് 1000 എത്തിച്ചിട്ട് വേണം എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ലൈവായിട്ടിരുന്നിട്ട് എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഒന്ന് ട്രേഡ് ചെയ്യാൻ. അതിന് മുമ്പ് നമ്മുടെ ചെറിയ പുലിക്കുട്ടികളെ നമുക്ക് പഠിപ്പിച്ചെടുക്കാനുണ്ട്. അതാണ് മെയിൻ. അവന്മാരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് അവന്മാരുടെ ഒരു അഡ്രസ്സ് ഇല്ല. പാവങ്ങളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ട കേട്ടോ. പറഞ്ഞപ്പോൾ അതിനെ പറഞ്ഞതേ ഉള്ളൂ. വേറൊരു ക്വാണ്ടിറ്റി കാണിക്കാനായിട്ട് ടാറ്റ മോട്ടോഴ്സ് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സ് നല്ല ഇതിനകത്ത് തന്നെയുള്ള നോട്ടെ. ഇതിൽ നിന്നൊരു 4-5 പോയിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ അടുത്തൊരു ടാറ്റ മോട്ടോഴ്സ് നോക്കാം. വിപ്രോ ഉണ്ട്. IND ഹോട്ടൽ. അമ്പുജ കയറണ്ടല്ലോ. 643 ഇപ്പോൾ 645, 45, 75, 90 അങ്ങനെ നിൽക്കുന്നു. നോട്ടെ, ഒരു 46, 47 ആകുമ്പോൾ കട്ട് ഓഫ് ചെയ്യാം.
സൈറ്റിൽ നിന്നൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഞാൻ നാട്ടിലുള്ള, ഞാൻ നാട്ടിൽ അവിടെ ഇല്ല. സത്യം പറഞ്ഞാൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ ലൈവ് ട്രേഡിങ്ങിൻ്റെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ ടെൻഷൻ. അയ്യർ കളി. ന്യൂ ഫ്രണ്ട് റിക്വസ്റ്റ് സജഷനോ? ഡോണ്ട്. 157 എന്തത് എടുത്തൊരു ചാട്ടം. എന്താ കുതിരേ? 153, 140, 130 അങ്ങനെയൊക്കെ പോണേ. ഒറ്റയടിക്ക് 99 പോണേ. ആ ഷോയിലേൻ്റെ ഷോ കാണുള്ളൂ. ടാറ്റ. ഇതൊന്ന് ഒന്ന് കയറി ഇറങ്ങി ശരിയായിരുന്നെങ്കിൽ 645. ഇതൊന്ന് ശരിയായിരുന്നെങ്കിൽ അടുത്തുനിന്ന് ടാറ്റ മോട്ടോഴ്സ് എടുക്കാമായിരുന്നു. അതിൻ്റെ കൂടെ ഒരു 2 ട്രേഡും കൂടി എടുത്തൊരു 5% 10% പ്രോഫിറ്റ് ഒപ്പിച്ചിട്ട് നിർത്താമെന്ന് ഓർത്തിട്ടിരിക്കാം. അംബുജ സിമെൻറ്റ് കഴിഞ്ഞ ഒരുപാട് ദിവസം ഡൗൺ ആയതുകൊണ്ട് ഇന്ന് വലിയ കയറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നിരുന്നാലും ചിലപ്പോൾ ഒരു +40 റുപ്പീസിൻ്റെ ഒരു കയറ്റം ഉണ്ടാവുകയാണെങ്കിലോ. നമ്മൾ അതിനെ മാത്രം വെയിറ്റ് ചെയ്യില്ല. എന്നാൽ അതിന് മുമ്പ് ഇറങ്ങാനുള്ള പ്ലാൻ തന്നെയല്ലേ. എന്നിരുന്നാലും നമുക്ക് നോക്കാം. ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. 646.20 47, 48 ആകുമ്പോഴേക്കും നമുക്ക് കൊടുക്കാം. 47 എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പോയിൻറ്റ് നൈസായിട്ട് ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ലേ? അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കയറ്റാറുള്ളതാണ് കേട്ടോ. എന്നാലാണ് നമുക്ക് അതിൻ്റെ ഇടയിലൊരു ഒരു വർക്കൗട്ട് ആവുള്ളൂ. കാരണം പക്ഷേ അങ്ങനെ ഒരുപാടൊന്നും കഴിയില്ല. നമ്മൾ എപ്പോഴും സ്കാൽപ്പിങ് മാത്രമേ ഉള്ളൂ. ആ ചെറിയൊരു പ്രോഫിറ്റ് എടുക്കുക, അങ്ങോട്ട് നമ്മളുടെ ഗെയിം മുന്നോട്ട് ഒരുപാട് നാൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സൈക്കോളജി ഇതിനകത്ത്. അത് അല്ലാതെ വേറെ ഒരു സ്ട്രാറ്റജി ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ കണ്ണി കണ്ട ആൾക്കാരുടെ സ്ട്രാറ്റജി യൂസ് ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് ഇതിനകത്ത് കളിച്ചൊരു തഴക്കവും വഴക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടൊരു സ്ട്രാറ്റജി വരും. ആ സ്ട്രാറ്റജി ഞാൻ അതിനകത്ത് വരുന്ന ഒരു ഉപദേശം എന്ന് വെച്ചാൽ, ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആര് പറഞ്ഞാലും ആ സ്ട്രാറ്റജി വിടരുത്. പിന്നെ ഈ ഇടയ്ക്ക് നമ്മൾ സ്ട്രാറ്റജി മനസ്സിൽ കണ്ടിട്ട് ഇറങ്ങും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചെറിയ അപാകതമാണോ നമ്മൾ എന്ത് ചെയ്യും, ആ സ്ട്രാറ്റജി നേരെ എടുത്ത് ഓപ്പോസിറ്റ് കുത്തും. നമ്മൾ ബെയ്യാണ് കുത്താൻ ഉദ്ദേശിച്ചത്, നല്ല പരിപാടിയാണ്, അതാണെന്ന് നമ്മളൊക്കെ കാൽക്കുലേറ്റ് വയ്ക്കും. അവസാന നിമിഷം കൊണ്ട് നിന്നിട്ട് ചെറിയൊരു വ്യത്യാസം കാണും, നമ്മളുടെ സെല്ലടിച്ച് അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്തുകൊണ്ട് പോയിട്ട് അത് നേരെ വീണ്ടും ബൈയായിട്ട് വീണ്ടും കയറിക്കൊണ്ടിരിക്കും. അതെല്ലാവർക്കും അനുഭവമുള്ളതായിരിക്കും. ഞാൻ ഇന്ന് സ്റ്റോപ്പ് ലോസ് വച്ചിട്ടേ ഇല്ല കേട്ടോ. സ്റ്റോപ്പ് ലോസ് വയ്ക്കാണ്ട് തന്നെ എടുത്താണ്. ഇപ്പോൾ തന്നെ എത്ര പോയിൻ്റ് നോക്കി. മതി ഇവനിങ്ങനെ കയറി ഇറങ്ങി. റെഡ് താഴോട്ട് വെള്ളം കാണിക്കണേ. ഇല്ല അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല, വെയിറ്റ് ചെയ്യണം. പിന്നെ അവന് കുറച്ച് റെഡൊക്കെ എടുത്ത് താഴോട്ട് വന്നു കഴിഞ്ഞാലും എന്നെ പേടിപ്പിക്കാവുന്നൊരു ഭാവം അവനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവനിക്ക് തെറ്റി. കാരണം ഇതിലപ്പുറം ചാടിക്കടന്നു വന്നവനാണ് KK ജോസഫ് നേട്ടണ്ടോ എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ചെറിയ ഇതിനമ്പാക്കിലൊന്നും നമ്മൾ പേടിച്ചോടി പിന്മാറുന്ന ആളൊന്നുമല്ല. എന്ന് വെച്ച് വലുതിട്ട് പേടിപ്പിക്കാനും നിൽക്കണ്ട. എന്താണ് അവസ്ഥ നോക്കാം. ഇപ്പോൾ ഞാൻ എപ്പോഴും ട്രേഡ് എടുത്തു കഴിഞ്ഞാലും അത് ഇത്ര % പ്രോഫിറ്റ് ഒരു 4% തൊട്ട് 10% എന്നൊരു മനസ്സിലാക്കി കരുതും. എന്ന് വെച്ച് എപ്പോഴും അത് പ്രോഫിറ്റിലാക്കാൻ ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ എപ്പോഴും ഇത്ര % പ്രോഫിറ്റിലാക്കണം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ട്രേഡ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് ലോസിലാവാതെ പ്രോഫിറ്റിലാക്കണമെന്ന് എപ്പോഴും ഞാൻ മനസ്സിൽ കാണാറുണ്ട് കേട്ടോ. എന്തിനാപ്പോൾ ഇതൊക്കെ എടുക്കണേ? ഞാനിപ്പോൾ എന്താ ഇതിലേക്ക് വന്നേ? ആ സ്റ്റോപ്പ് ലോസ് ചെക്ക് ചെയ്താ. റെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചില്ലേ, മറ്റേ സ്റ്റോപ്പ് ലോസ് എഡിറ്റ് ചെയ്ത് ബാക്കിൽ വരാൻ. ഞാനത് ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യില്ല. ഞാൻ ഇതിനകത്ത് എപ്പോഴും സ്കാൽപ്പിങ് തന്നെയാണ്. ഞാൻ അതിനകത്ത് എത്ര മുകളിലേക്ക് കയറണോ അവൻ്റെ കൂടെ ഞാനും കയറും.
അവൻ എപ്പോൾ താഴോട്ട് വരാനൊരു ടെൻഡൻസി കാണിച്ചാൽ താഴോട്ട് വരാനായിട്ട് തുടങ്ങുമോ അപ്പം ഞാനവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇവൻ ഇറങ്ങില്ല, മേലോട്ട് കയറി പോകും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണം. ഞാനും അതന്നെ നോക്കി നിൽക്കണം. ഇനി എനിക്കിപ്പോൾ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 2 മാസമായിട്ട് 1% ഞാൻ പ്രോഫിറ്റ് എടുത്തിട്ടുള്ളൂ. ഇനിയെങ്കിലും 2% ആക്കണം എന്നുള്ള ആഗ്രഹം നമുക്കില്ലടാ. കഴിഞ്ഞ 1 മാസം നിറച്ചും ഫുള്ളായിട്ട് എനിക്ക് 1% വെച്ചിട്ടാണ് പ്രോഫിറ്റ് കിട്ടിയെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 30 ദിവസമായപ്പോഴേക്കും 30% പ്രോഫിറ്റ് ആവില്ലേ? അതിന് ഏറ്റവും വലിയ ലാഭമല്ലേ. ഞാനങ്ങനെ എല്ലാ ദിവസവും കളിക്കാറില്ല കേട്ടോ. ഞാൻ അന്നാ ലാസ്റ്റ് കളി കളിച്ചതിന് ശേഷം പിന്നെ ഇന്ന് നാട്ടിൽ വന്ന് ഫ്രീ ആയിട്ട് എപ്പോഴാണ് ഒന്ന് കളിക്കുന്നത് തന്നെ. ഇനി മിക്കവാറും ചിലപ്പോൾ സ്ഥിരം ഉണ്ടാവും. നിങ്ങളിതുപോലെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ഥിരം ഉണ്ടാവും. മെയിനായിട്ട് ഒന്ന് സബ്സ്ക്രിപ്ഷൻ എണ്ണൊക്കെ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കളിക്കാൻ പറ്റുന്നൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. എല്ലാവരും മുമ്പിൽ ഒന്ന് ഇറങ്ങാനും കളിക്കാനും കളി പഠിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്കും കൂടി ഒരു മൂഡ് വേണമല്ലോ. അതാണല്ലോ മെയിൻ. നമ്മളാ മൂഡ് തന്നെ ഉള്ളത്. അതിനിപ്പോൾ നിങ്ങളും കൂടി ഒന്ന് നമ്മളും സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ അകത്തൊരു ഇത് വരുള്ളൂ. മനസ്സിലായോ? കളി തുടങ്ങിയിട്ട് 16 മിനിറ്റായി. 16 മിനിറ്റുള്ള അവസ്ഥ എന്താ ഇപ്പോഴത്തേന്നറിയോ? $645 നിൽക്കണം അംബുജ. ടാറ്റ മോട്ടേഴ്സ് 10 കയറി. വെരി ഗുഡ്. ഞാൻ പറഞ്ഞില്ലേ ടാറ്റ മോട്ടേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അംബുജ സിമെൻറ്റ് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത നോട്ടം ടാറ്റയിലാന്ന് പറഞ്ഞില്ല. അതിന് അംബുജ സിമെൻറ്റ് ഒരു വഴിയാക്കി എടുത്തിട്ട് ടാറ്റ എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും ടാറ്റ ഒരു വഴിക്ക് പോയി തിരിച്ചു വരും. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നോക്കാം. 646.20 646.40 പ്ലാന് പറഞ്ഞ പോലെ തന്നെ ഒരു 647 48 ആ റേഞ്ച് എത്തുമ്പോൾ നമുക്ക് നിർത്താം. നെക്സ്റ്റ് ഡേയും വീഡിയോ ചെയ്യാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞൊരു കമൻറ്റ് അയക്കണം. ഓക്കെ. ഉച്ചസ്ഥിതിയിലെത്തിയല്ലോ. നിൽക്കട്ടെ എന്തായാലും നിൽക്കട്ടെ. പിന്നെ അവിടെ വരെ പോകുന്നു കേട്ടോ. അവിടെ വരെ പോകുന്നു നോക്കട്ടെ. ഞാനും പോകുന്നുള്ളൂ. പക്ഷേ മൂവ്മെൻറ്റ് ഭയങ്കര സ്ലോ ആണ്. മേലോട്ടാണെങ്കിലും ഭയങ്കര സ്ലോയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അറിയില്ല ഇത് ഇങ്ങനെ ഒരുപാട് മേളിൽ കുറച്ചുകൊണ്ട് എത്തിയിട്ട് പിന്നെ ഒരുപാട് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇന്ന് കളിക്കുകയാണെങ്കിൽ പിന്നെ കളിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് അർത്ഥം. നമുക്കെന്തായാലും ഒരു 3-4 പോയിൻ്റ് നമുക്ക് വിടാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് 4 അല്ല, ഇനിയിപ്പോൾ ഒരു 20-25 പോയിൻറ്റ്സ് കയറി എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ കൂടെ നിന്നൊന്നും വരില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നമുക്ക് എത്ര പ്രോഫിറ്റ് കയറണം എന്നുള്ളതിലും നമുക്ക് വലിയ ആശങ്കയോ സംശയങ്ങളോ മറ്റേ വിരഹങ്ങളോ ഒന്നുമില്ല. കാരണം വിരഹങ്ങളൊക്കെ മാറിയിട്ട് ഒരുപാട് നാളായി. ഒരുപാട് പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴേ വിരഹങ്ങളൊക്കെയാണ് മാറി. നമുക്കിപ്പോൾ ചെറിയ പ്രോഫിറ്റ് എടുക്കാൻ ഇറങ്ങാമെന്നുള്ളേ ഉള്ളൂ. അത് സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും സ്കാൽപ്പിങ്ങിനെ കുറിച്ചേ പറയാറുള്ളൂ. സ്കാൽപ്പിങ് അല്ലാതെ തന്നെ ഒരു ഡേ ട്രേഡറായിട്ടുള്ളൊരു പണി കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കട്ടെ. ഒന്നാമത് സാലറി ഒന്നും വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഫണ്ട് കുറവാണ്. അതുകൊണ്ടാണ് ഒരു 12,000 ഇതിനകത്തായിട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ 12,000 വേണ്ടി വന്നില്ല. 10,000 സംതിങ് ആയുള്ളൂ. നോക്കാം. കയറുന്നുണ്ട്. കയറിക്കോട്ടെ. നമ്മുടെ എമൗണ്ട് എത്രയാണെന്നറിയാമോ? നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് അതെപ്പോഴും കണക്ക് കൂട്ടുമ്പോൾ ഞാൻ 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് കണക്ക് കൂട്ടിയാൽ കേട്ടോ. 10,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ 10,000 ഇൻവെസ്റ്റ് ചെയ്ത് എത്ര കിട്ടുമെന്നുള്ളൂ മാത്രം കണക്ക് കൂട്ടിയാൽ മതി. എത്ര മിനിറ്റ് കൊണ്ട്? ജസ്റ്റ് ഒരു 19 മിനിറ്റ് കൊണ്ട്. 19 മിനിറ്റ് ആയില്ലേ. ഓക്കെ. ഇതിലൊന്നും കട്ട് ചെയ്തിട്ടോ ഒന്നും എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. നമുക്കങ്ങനെ കട്ട് ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ടൊന്നുമല്ല. സംസാരങ്ങൾ തന്നെ എന്തെങ്കിലും മോശമായിട്ടെന്തെങ്കിലും വേണം വന്നു കഴിഞ്ഞാൽ തന്നെ ക്ഷമിക്കുക. അങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്ന ഒരാളല്ല. എന്നാലും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചു വിടാം. ഓക്കെ. $646.90 വെരി ഗുഡ്. അപ്പോൾ ഏകദേശം 4 പോയിൻ്റ് അടുത്തായി. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 6-7 പോയിൻ്റൊക്കെ ആകുമ്പോൾ നമുക്ക് വിടാം കേട്ടോ. അത് തന്നെയാണ് പ്ലാൻ.
ഈ NR7 NR4 വന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറി അറ്റൻഡ് ചെയ്തത്. ഞാൻ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10-40 മിനിറ്റ് ഒന്നും ഗെയിം അനലൈസ് ചെയ്യാതെ കളിക്കുകയില്ല. കാരണം ആദ്യത്തെ ഒരു 15 മിനിറ്റ് തൊട്ട് 40 മിനിറ്റ് വരെ ഇതിൻ്റെ അപ്പ് ആൻഡ് ഡൗൺ ഭയങ്കര ക്രൂഷ്യലായി. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അവൻ ഏത് വഴിക്ക് വേണ്ടി തിരിയാം. ഇത് NR4 അത്ര വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല. ഇടയ്ക്ക് ഞാൻ എടുക്കാറ്, പ്രത്യേകിച്ച് അംബുജ സിമ്മിൻ്റെ ആണ് എടുത്തത് മാത്രം. $46, $60 മേളിലോട്ട് കയറണൂരല്ലോ. എടാ നാളെ VWAP താഴെ നിൽക്കണുണ്ടോ? മേളിലോട്ട് കയറേണ്ടല്ലോ കേട്ടോ താഴെ നിൽക്കണേ. മറ്റേ ഇൻഡിക്കേറ്റർ മേളം ഉള്ളതുകൊണ്ട് താഴെ നിൽക്കണതാ. നോക്കാം. ഓ, ഇതൊരു അനുക്കലാണ് ഇങ്ങനെ നിൽക്കാനുള്ള കേസ്. 95 ഒരു 70 72 എത്തിക്കഴിഞ്ഞാൽ 47 48 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. ഇത്രയുടെ പൊങ്ങിയതല്ലേ. ഇനി എപ്പോൾ വേണമെങ്കിലും ഒരു സെല്ല് വന്ന് താഴോട്ട് ഇടിഞ്ഞ് വീണ് താഴോട്ട് വരാമെന്ന് പറഞ്ഞാൽ അത്ര വലിയ ആനക്കാരൊന്നുമില്ല, എപ്പോഴും സംഭവിക്കാം. ഞാൻ പിന്നെ അംബുജാസിൻ്റെ ഇത്ര ദിവസം താഴോട്ടായിരുന്നല്ലോ എന്നുള്ളൊരു ചെറിയൊരു കൺസിഡറേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. 46 70 46 90. അടിച്ച് കയറി വാ മോനെ. കയറാട്. എന്താ ഇപ്പം കയറാത്ര ബുദ്ധിമുട്ട്? കയറാട്. ഇവൻ്റെ നിപ്പ് കണ്ടിട്ട് ചെറിയ പണി കിട്ടുമെന്ന് പേടിയുണ്ട്. നോക്കാം എന്തായാലും. എന്നുവെച്ചാൽ ഇപ്പോൾ ആവശ്യത്തിനുള്ള പ്രോഫിറ്റായി. ആവശ്യത്തിനുള്ള പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇറക്കിയ ഫണ്ടിനുള്ള ആവശ്യം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. എനിക്കിപ്പോൾ നാളെയും കളിക്കാനുള്ള ഓപ്പുണ്ട് അതിനകത്ത്. ഞാൻ അധികം വച്ചു നീട്ടിക്കൊണ്ടിരിക്കുന്ന അത്ര ശരിയായ പരിപാടിയല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നതും. ഇവിടെ താഴെ ഇവിടെ വരെ എത്തിയിട്ട് പിന്നെ ഇവന്മാർ ഇവിടെ നിന്ന് കണ്ട് 46 47 കണ്ട് കടക്കണില്ല. ഒരു 2-3 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം അല്ലേ. 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടൊന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സ് വെച്ച് കട്ട് ചെയ്യും. അതാണ് പ്ലാൻ. തല്ലിയ വഴിയെ പോയില്ലെങ്കിൽ പിന്നെ പോയ വഴിയെ തല്ലുവന്ന് കിട്ടണ്ടോ? ഇനി ആ ഒരു സ്ട്രാറ്റജി നമ്മൾ എടുക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. അമ്പുജ സിമെൻ്റ് അവിടെ സിമെൻ്റൊക്കെ ഇട്ട് ഉറപ്പിച്ചെന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒരു അനക്കമില്ല. 47 47 30 47 10. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്തായാലും കട്ട് ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങളിപ്പോൾ നല്ല റേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഞാൻ ഇനിയും വീഡിയോ ചെയ്യാം, നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും വണക്കം. ഓക്കെ, നാളെ തന്നെ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ 647 ആയാലും എത്ര പ്രോഫിറ്റ് കിട്ടിയെന്ന് ഞാൻ കാണിക്കണില്ല. കാരണം കഴിഞ്ഞ വീഡിയോസ് ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എല്ലാവർക്കും പുച്ഛം. എനിക്ക് ഇത്ര കിട്ടിയിടുന്നു, നീ ഇതിന് പണി ചെയ്തെന്നൊക്കെ ചോദിച്ചിട്ട്. തൽക്കാലം അങ്ങനെ ഇരിക്കട്ടെ. ഏതായാലും എല്ലാവരും കളിച്ച് പഠിച്ചു പോവാം. അതാണ് അതിന് പ്രോഫിറ്റ്. കണ്ടല്ലോ 249. ഞാൻ വേറൊരു ട്രേഡ് എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഉണ്ടെന്ന് ഞാൻ ഇതിൽ തന്നെ ഇടാം കേട്ടോ. അതിൽ ഇത്ര നീണ്ടുപോയില്ലേ, നോക്കട്ടെ. എന്തായാലും നാളെ എന്തായാലും അടുത്ത വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ഓക്കെ.